നമ്മുടെ 1 അവറിൻ്റെ ഒബിയിൽ പ്രൈസ് വന്ന് മിറ്റിഗേറ്റ് ചെയ്യും. ഇത് ഇച്ചിരി വലിയൊരു ഒബിയാണ്. അപ്പോൾ പ്രൈസ് നല്ല ബുള്ളിഷിലാണ് വന്നത്. അപ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് റിയാക്ഷനിൽ തന്നെ ചിലപ്പോൾ റിയാക്ട് ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് ഇത്രയും വലിയ ഒബിയൊക്കെ വരുമ്പോൾ എവിടെ നിന്ന് റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് വരാം. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക, ഈ 1 അവറിൻ്റെ ഒബി വന്നിരിക്കുന്ന ക്യാൻഡിൽ കണ്ടോ, ഈ ക്യാൻഡിൽ നമുക്കൊന്ന് റിഫൈൻ ചെയ്ത് നോക്കാം. റിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് എവിടെ നിന്ന് റിയാക്ഷൻ വരും. അത് റിഫൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ 1 അവറിൻ്റെ ഒബിയിൽ നമ്മൾ നേരെ ചെന്നിട്ട് അവിടെ ഒരു 50 മിനിറ്റിലും 5 മിനിറ്റിലൊക്കെ ചെന്നിട്ട് അവിടെ എന്ത് ഒബിയൊക്കെ ഉണ്ടെന്ന് നമ്മൾ നോക്കുക. അത് നോക്കിയിട്ട് ആ റിയാക്ഷൻ നമുക്ക് ട്രേഡ് ചെയ്യാം. ഇതാണ് ആ 1 അവറിൻ്റെ ഒബിയുടെ ക്യാൻഡിൽ വരുന്നത്. ഈ ക്യാൻഡിൽ നമുക്ക് ആദ്യം തന്നെ ഒരു 50 മിനിറ്റിലേക്ക് റിഫൈൻ ചെയ്ത് നോക്കാം. 50 മിനിറ്റ് ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു ക്യാൻഡിൽ എന്തൊക്കെ കാണാൻ പറ്റും. നമുക്ക് 50 മിനിറ്റ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഒബി ഉണ്ട് ഇതിൽ അല്ലേ, നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പുള്ള ഒരു ഒബിയാണ്. പിന്നെ ഇവിടെ ഒരു വിക്ക് ഒബി ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വിക്ക് ഒബി ഉണ്ട്. ഇത് നമുക്ക് നേരെ 5 മിനിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി 5 മിനിറ്റിൽ വന്ന് നോക്കാം. കുറച്ചും കൂടി നമുക്ക് നല്ല രീതിയിൽ റിഫൈൻ ചെയ്ത് നോക്കാം. 5 മിനിറ്റിൽ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒന്നുമില്ല, നമ്മളിവിടെ 50 മിനിറ്റിൻ്റെ ഒബി കണ്ടെടുത്തൊന്നുമില്ല. പക്ഷേ 5 മിനിറ്റ് നമുക്ക് ഇവിടെ ഒരു ഒബി കിട്ടി അല്ലേ, ഇവിടെ നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പുള്ള ഒബി ഉണ്ട്. അതേപോലെ തന്നെ 5 മിനിറ്റ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇവിടെ ഒരു വിക്ക് ഒബി ഉണ്ട്. അതിൻ്റെ മേളിൽ ഇവിടെ ഒരു വിക്ക് ഒബി ഉണ്ട് അല്ലേ. ഇവിടെ വിക്ക് ഒബി മാത്രമല്ല, നമുക്ക് നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പുള്ള ഒരു ഒബി ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് 5 മിനിറ്റിൽ ഇവിടെ നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പുള്ള ഒബി ഉണ്ട്. 5 മിനിറ്റിൽ ഇവിടെ നല്ല ഫെയർ വാല്യൂ ഗ്യാപ്പുള്ള ഒബി ഉണ്ട്. 50 മിനിറ്റിൽ ഒബി ഉണ്ട്. ഇത്രയും ഒബീസാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇതിൽ നിന്ന് ഏതായിരിക്കും റിയാക്ഷൻ തരാനുള്ളത്? അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല ഒരു 5 മിനിറ്റിലും 50 മിനിറ്റിലും നോക്കുമ്പോൾ ഇവിടെ നിന്ന് നല്ല റിയാക്ഷൻ തരാനുള്ള സാധ്യതയുണ്ട്. ഇത് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് രണ്ടും ചിലപ്പോൾ ഫെയിൽ ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ നമുക്ക് ഇത്രയും പൊസിഷൻ വരെ പ്രൈസ് വരാം. ചിലപ്പോൾ ഇത് വന്ന് ഫെയിലായി, ഇത് വന്ന് ഫെയിലായി, ഇത് വന്ന് ഇതിൽ നിന്ന് പോകാം. അപ്പോൾ ഏതിൽ നിന്നൊക്കെയാണ് നല്ലൊരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇവിടുത്തെ വന്നിട്ട് ഒരു സിംഗിൾ ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ലോസ് വരും. അപ്പോൾ ഇതിൽ വന്നിട്ടൊരു സിംഗിൾ ക്യാൻഡിൽ നോക്കണമെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഇത് രണ്ടും ചിലപ്പോൾ ഫെയിൽ ആകാനുള്ള സാധ്യത വലിയ ആയിട്ടുള്ള വിധമൊന്നുമല്ല. അപ്പോൾ ഇവിടെയൊക്കെ നല്ലൊരു എന്താണ് ഇച്ചിരിയും കൂടി ഹൈ പ്രയോറിറ്റി എൻട്രീസൊക്കെ കിട്ടണമെന്നല്ല. പക്ഷേ ഇവിടെ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഒരു സിംഗിൾ ക്യാൻഡിലൊക്കെ കിട്ടുകയാണെങ്കിൽ എടുക്കാം. ചിലപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു സിംഗിൾ ക്യാൻഡിൽ എടുത്തു, നെക്സ്റ്റ് സിംഗിൾ ക്യാൻഡിൽ എടുത്തു, ഇതൊക്കെ നമുക്ക് SL അടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു സിംഗിൾ ക്യാൻഡിൽ നോക്കുക, രണ്ടിടത്തുനിന്ന് സിംഗിൾ ക്യാൻഡിൽ നോക്കാതിരിക്കുക. അപ്പോൾ നമുക്കിവിടെ എങ്ങനെയാണ് പ്രൈസ് വന്ന് റിയാക്ട് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. നമുക്കിത് 1 മിനിറ്റ് വരെയൊക്കെ റിഫൈൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പ്രൈസ് നമ്മുടെ ഒരു 1 അവറിൻ്റെ ഒബി ഉണ്ടായിരുന്നു. നമ്മൾ 1 മിനിറ്റിലേക്ക് പോയാൽ എനിക്ക് തോന്നുന്നു അവിടെ ഒരു ഇത് ഉണ്ട്. അവിടെ നമുക്ക് ഫസ്റ്റ് മോർണിംഗ് തന്നെ വന്ന് റിയാക്ട് ചെയ്തു. മോർണിംഗ് ആയതുകൊണ്ട് തന്നെ പ്രൈസ് വലിയ മൂവ്മെൻറ്റ്സ് ഇല്ല. പക്ഷേ നമ്മുടെ ഒബിയിൽ ഫസ്റ്റ് വന്ന് മിറ്റിഗേഷൻ ചെയ്തപ്പോൾ തന്നെ റിയാക്ട് ചെയ്തു. നമ്മൾ ഈ ട്രേഡ് എടുത്ത് അതിനുശേഷം പ്രൈസ് ഇവിടെ വന്നു. അത് സെക്ഷൻ്റെ ഹൈ എന്തോ എടുത്തതാണ്, പക്ഷേ വലിയ റിയാക്ഷൻ ഉണ്ടായില്ല. അതിനുശേഷം നമ്മുടെ ഒബിയിൽ വന്നു നമുക്ക് ഫസ്റ്റ് ഒരു കൺഫർമേഷൻ 50 മിനിറ്റ് സിംഗിൾ ക്യാൻഡിൽ അന്ന് മിറ്റിഗേഷൻ നടത്തി. പ്രൈസ് പ്രീവിയസ് ലോ ഈ ഒബിയിലൊക്കെ. അപ്പോൾ ഈ ഒരു സെല്ലും നല്ല സെല്ലാണ്. നമുക്ക് ഇത് രണ്ടും നമുക്ക് നോക്കിയെടുക്കുക. ഇത് ഫസ്റ്റ് മിറ്റിഗേഷനാണ്, സെക്കൻഡ് നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നില്ല. ഇതിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിനുശേഷം പ്രൈസ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നോക്കണമെങ്കിൽ ഒരു 15 മിനിറ്റിലൊരു IFC ക്യാൻഡിലുണ്ട്. പക്ഷേ അത് ഫെയിലായെങ്കിൽ ഇവിടെ നിന്നൊരു SL. ഇത് ഞാൻ പറഞ്ഞില്ല, ഇവിടെ നമുക്ക് കാര്യമായിട്ട് കിട്ടിയില്ല. അപ്പോൾ ഇത്രയും നമ്മളൊരു 1 അവറിൻ്റെ ഒബി റിഫൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഉള്ളതാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും ഒരു റിയാക്ഷൻ ഉണ്ടായി. ഇപ്പോൾ ഇവിടെ നമുക്കൊരു 50 മിനിറ്റിലൊക്കെ സിംഗിൾ ക്യാൻഡിൽ കിട്ടണമെങ്കിൽ ധൈര്യമായിട്ട് കയറാം. നല്ലൊരു കൺഫർമേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ നോക്കിയാൽ കറക്റ്റായിട്ട് 50 മിനിറ്റ് സിംഗിൾ ക്യാൻഡിൽ കിട്ടി കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് പ്രൈസ് മൂവ് ചെയ്തത്. എനിക്ക് ഉറപ്പായിരുന്നു പ്രൈസ് ഈ ഒരു ചേഞ്ച് ഓഫ് കെയറും തന്ന് ഈ ഒരു ഒബിയിലേക്ക് വരുമെന്ന്. ഇതാണ് ഞാൻ ട്രേഡ് ചെയ്തത്. ഫസ്റ്റ് പ്രോഫിറ്റ് തന്നെ നമ്മൾ ഏകദേശം ഈ ഒരു ഒബിയിൽ ഇവിടെ ഒരു ഒബി ഉണ്ട്. ഈ ഒബിയിലത്തെ മിറ്റിഗേഷൻ, അതാണ് ഈ റിയാക്ഷൻ കാണുന്നത്. ഫസ്റ്റ് പ്രോഫിറ്റ് തന്നെ അതെടുത്തു, സെക്കൻഡ്, തേർഡ്, അങ്ങനെ നമുക്ക് പ്രോഫിറ്റ് എടുത്തു. ഈ ആഴ്ച ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ എല്ലാം ക്ലോസ് ചെയ്തു. ഇവിടെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ 50 മിനിറ്റിൻ്റെ ഐഡിയം എടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു എൻട്രി ഉണ്ടായിരുന്നു. അതും നമുക്ക് കിട്ടി. നമ്മളുടെ ടാർഗറ്റ് ഈ ഒരു ഒബിയിലേക്ക് വന്ന് ഇത് റിയാക്ട് ചെയ്യും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കണമെങ്കിൽ ഇവിടെ നിന്നൊരു റിയാക്ഷൻ ഉണ്ട്. ചിലപ്പോൾ അത് ഫ്രൈഡേ ആയതുകൊണ്ടും വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. എനിക്കത് നല്ലൊരു ദിവസമാണെങ്കിൽ ഇതിൽ നിന്നുള്ള റിയാക്ഷൻ ആയിരിക്കും പ്രൈസ് മൂവ് ചെയ്യിക്കാൻ പോകുന്നത്.